നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈ പാസ് ആർ സി സർക്യൂട്ടാണ്. ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ടു സ്റ്റെപ്പ് ഇൻപുട്ട്. സോ ഹൈ പാസ് ആർ സി സർക്യൂട്ട്സിൻ്റെ അനാലിസിസ് പാർട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സോ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മൾ ഈ ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളതാണ് നമുക്ക് ഇനി ഒരു ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നോക്കാം. ഇൻപുട്ട് ഈസ് സ്റ്റെപ്പ് ഇൻപുട്ട്. സോ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് സ്റ്റെപ്പ് ഇൻപുട്ട് വി ഐ ഓഫ് ടി സ്റ്റെപ്പ് ഇൻപുട്ട് വിത്ത് മാഗ്നിറ്റ്യൂഡ് വി. സോ ഒരു വി മാഗ്നിറ്റ്യൂഡ് ഉള്ള സ്റ്റെപ്പ് ഇൻപുട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് സ്റ്റെപ്പ് ഇൻപുട്ട്. ആൻഡ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഈ റെസ്പോൺസ് ആണ്. V0 എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ്. ഈ ഒരു ഇതിൻ്റെ റെസ്പോൺസ് ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഔട്ട്പുട്ട് റെസ്പോൺസ്. ഈ ഒരു ഇൻപുട്ട് കൊടുത്താൽ എന്തായിരിക്കും ഇതിൻ്റെ ഈ ആർ സി സർക്യൂട്ടിൻ്റെ റെസ്പോൺസ്. സോ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. Vi ഈക്വൽ ടു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് V ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് V ആണ്. ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. സോ ഇതിനെ എനിക്ക് ഇങ്ങനെയും എഴുതാം. V ഇൻറ്റു U ഓഫ് ടി. V ഇൻറ്റു U ഓഫ് ടി. U ഓഫ് ടി മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ V ഇൻറ്റു U ഓഫ് ടി മീൻസ് മാഗ്നിറ്റ്യൂഡ് വിൽ ബിക്കം V. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻസ് സെയിം ആണ്. സോ നമുക്ക് Vi ഓഫ് ടിയെ നമുക്ക് V ഇൻറ്റു U ഓഫ് ടി എന്നും എക്സ്പ്രസ് ചെയ്യാം. ദെൻ നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട്, ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഈ ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ റെസ്പോൺസ്. സോ ഇവിടെ നോക്കുക, ടി ഈസ് ഈക്വൽ ടു 0യിൽ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് V ആണ്. അപ്പോൾ നമ്മൾ ടി ഈസ് ഈക്വൽ ടു 0യിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. സോ സഡൻ ആയിട്ട് ഒരു ടി ഈക്വൽ ടു 0 സെക്കൻഡിൽ നമ്മൾ V വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങത്തില്ല. അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷനാണ്. സോ നമുക്ക് പറയാം കപ്പാസിറ്റർ നോട്ട് സ്റ്റാർട്ടഡ് ചാർജിങ്. സോ ഇൻപുട്ട് വോൾട്ടേജ് V ആവുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിന് ക്രോസ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവത്തില്ല. സോ നമുക്ക് V0 ഓഫ് ടി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന V തന്നെ ആയിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഓഫ് ടി വിൽ ബി ഈക്വൽ ടു V തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ടി ഈസ് ഈക്വൽ ടു 0യിലുള്ള വാല്യൂ. ദെൻ ആസ് ടൈം ഇൻക്രീസസ്, ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആസ് ടി ഇൻക്രീസസ് എന്ത് സംഭവിക്കും? ആസ് ടി ഇൻക്രീസസ് ദ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. ഇതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ സം ഡ്രോപ്പ് വിൽ ബി ജനറേറ്റഡ് അക്രോസ് ദ കപ്പാസിറ്റർ. അത് ചാർജ് ചെയ്യുന്നത് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. സോ അത് കാരണം നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. സോ എനിക്ക് പറയാം ആസ് ടി ഇൻക്രീസസ് the capacitor begins to charge and the output voltage decays exponentially. സോ ഔട്ട്പുട്ട് കുറയാനുള്ള റീസൺ നമുക്ക് മനസ്സിലായി. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് കാരണമാണ് ഔട്ട്പുട്ട് കുറയുന്നത്. അത് കുറയുന്നത് എക്സ്പോണൻഷ്യലി ആണ്. എക്സ്പോണൻഷ്യലി അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് ടി ഈസ് ഈക്വൽ ടു 0യിലുള്ള വാല്യൂവും ടി ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0യിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് V ആണ് അല്ലേ. ടി ഈസ് ഈക്വൽ ടു 0യിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങിയില്ല. സോ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ദ ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് V. സോ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു V. സോ ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. അതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. സോ നമ്മുടെ ഔട്ട്പുട്ട് എക്സ്പോണൻഷ്യലി ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ദ കർവ് വിൽ ബി ആൻ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് കർവ്. സോ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V0 ഓഫ് ടി ഈക്വൽ ടു V ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. സോ ഈ ഡിക്രീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വിയിൽ നിന്നും എക്സ്പോണൻഷ്യലി കുറയുവാണ്. സോ അതിനെ നമ്മൾ വി ഇ റേസ് ടു
മൈനസ് ടി ബൈ ആർ സി എന്ന് എഴുതാം. വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി, അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടിക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 1 ആവും. സോ ടി ഈക്വൽ ടു 0യിലെ വാല്യൂ വി ആയിരിക്കും. സോ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നു, അതാണ് ഈ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ആർ സിക്ക് പകരം ടോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ, വെയർ ടോ ഈസ് ഈക്വൽ ടു ആർ സി. ടോയുടെ വാല്യൂ ആർ സി ആണ്. ടോ ഈസ് നോൺ ആസ് ടൈം കോൺസ്റ്റന്റ്. സോ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ റെസ്പോൺസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ടി ഈസ് ഈക്വൽ ടു 0യിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ടി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട്. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെയാണ് വി ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് വരുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാം. അതിൻ്റെ മാത്തമെറ്റിക്കൽ അനാലിസിസ് ആണ് ഓഫ് ഹൈ പാസ് ആർ സി സർക്യൂട്ട്. സോ നമ്മൾ ഇൻപുട്ട് ഡിഫൈൻ ചെയ്തു. വി ഐ ഓഫ് ടി ആണ് നമ്മുടെ ഇൻപുട്ട്. നമ്മളത് പറഞ്ഞു. അത് എത്രയാണ്? വി ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് വി ഇൻറ്റു യു ഓഫ് ടി. സ്റ്റെപ്പ് സിഗ്നൽ ആണ് വി ഇൻറ്റു യു ഓഫ് ടി. ഇനി നമ്മുടെ ഫിഗറിലേക്ക് വരാം. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഇൻപുട്ട് വി ഐ ഓഫ് ടി ആണ്. സോ ഈ വി ഐ ഓഫ് ടി എന്ന് പറയുന്ന വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ പ്ലസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, അതിൻ്റെ ഒരു സമ്മേഷൻ ആയിട്ട് എഴുതാം. നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ പ്ലസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1/c ഇൻറ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി ആണ്. ഐ ഓഫ് ടി എന്ന് പറയുന്ന കറണ്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്തായിരിക്കും? ഐ ഓഫ് ടി ഇൻറ്റു 1/c ഇൻറ്റു, സോ ഞാൻ ആ ഇൻപുട്ട് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുവാണ്. വി ഐ ഓഫ് ടി. സോ ഈ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ വി ഐ ഓഫ് ടി എഴുതുവാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് 1/c ഇൻറ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഐ ഓഫ് ടി ഇൻറ്റു ആർ, അല്ലെങ്കിൽ ആർ ഇൻറ്റു ഐ ഓഫ് ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ ഔട്ട്പുട്ട് നോക്കി, ഔട്ട്പുട്ട് എടുക്കുന്നത് ആറിന് അക്രോസ് ആണ്. സോ ഔട്ട്പുട്ട് ആറിന് അക്രോസ് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വി സീറോ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് ടി. സോ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഡിഫൈൻ ചെയ്തു. നമുക്കറിയാം വി ഐ ഓഫ് ടി എന്ന് പറയുന്നത് വി ഇൻറ്റു യു ഓഫ് ടി ആണ്. അതും അറിഞ്ഞിരിക്കണം. സോ ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്നും രണ്ട് ഇക്വേഷൻസ് ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ ഇക്വേഷൻ 1ന് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ടു ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ വി ഐ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം വി ഐ ഓഫ് എസ് ആണ്. എക്സ് ഓഫ് ടിയുടേത് എക്സ് ഓഫ് എസ് എന്ന് പറയുന്ന പോലെ വി ഐ ഓഫ് ടിയുടേത് വി ഐ ഓഫ് എസ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓഫ് എസ് ബൈ എസ് ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രേഷൻ പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. നമ്മൾ സിഗ്നൽസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതിൻ്റെ പ്രൂഫൊക്കെ. സോ ഐ ഓഫ് ടി ഡി ടിയുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്, ഇൻറ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ഐ ഓഫ് എസ് ബൈ എസ് ആണ്. 1/c കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ എഴുതി. പ്ലസ് ആർ ഇൻറ്റു ഐ ഓഫ് ടിയുടേത് ഐ ഓഫ് എസ്. സോ 1നെ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. വി ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/c ഐ ഓഫ് എസ് ബൈ എസ് പ്ലസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ്. ഇനി വി ഐ ഓഫ് എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വി ഐ ഓഫ് ടി നമുക്കറിയാം, നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ടാണ്. ദാറ്റ് ഈസ് വി ഇൻറ്റു യു ഓഫ് ടി എന്ന് ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്തിരുന്നു. സോ വി ഐ ഓഫ് എസ് എന്തായിരിക്കും? ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം വി ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു വി കോൺസ്റ്റന്റ് ആണ്. യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്, നെറ്റ്വർക്കിലൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. സോ യു ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. സോ v/s എന്ന് നമുക്ക് കിട്ടും. വി ഐ ഓഫ് എസിൻ്റെ വാല്യൂ v/s. ഇത് ഇക്വേഷൻ 1ലേക്ക് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത ഇക്വേഷൻ 1നകത്ത് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതി കിട്ടിയ ഈ ഇക്വേഷനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി ഐ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/s ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഓഫ് എസ് ബൈ സി എസ് പ്ലസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ്. ഇതിൽ നിന്നും നമ്മൾ ഐ ഓഫ് എസ് ഡിറ്റർമിൻ ചെയ്യുക.
ഐ ഓഫ് എസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം. സോ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കോമൺ എടുത്ത് നോക്കാം. സോ വി ബൈ എസ് ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് ഐ ഓഫ് എസ് കോമൺ എടുത്താൽ ആർ പ്ലസ് 1/CS എന്ന് കിട്ടും. ഞാൻ ആർ സെക്കൻഡ് ടേം ഞാൻ ഫസ്റ്റിലാക്കി എഴുതിയെന്നേ ഉള്ളൂ. ആർ പ്ലസ് 1/CS എന്ന് കിട്ടും. ദെൻ ഇതിനകത്തുനിന്ന് ഐ ഓഫ് എസിൻ്റെ വാല്യൂറ്റ് ചെയ്യുക. So from this I of s is equal to V by S into, so I of s is equal to V by S into R plus 1/CS. ഇങ്ങനെ നമുക്ക് കിട്ടും. ഞാൻ ഇതിനൊരു ഇക്വേഷൻ എ എന്ന് വല്ലതും കൊടുത്തേക്കുവാണ്. ഐ ഓഫ് എസിൻ്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്തു. ഇത് നമ്മൾ ഇക്വേഷൻ 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇനി നമ്മൾ ഇക്വേഷൻ 2ൻ്റെ അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ടു ഇക്വേഷൻ 2, ലാപ്ലാസ് ട്രാൻസ്ഫോം ടു ഇക്വേഷൻ 2. ഇക്വേഷൻ 2ന് അപ്ലൈ ചെയ്യുമ്പോൾ V0 ഓഫ് S ഇസ് ഈക്വൽ ടു R ഇൻറ്റു ഐ ഓഫ് എസ്. V0 ഓഫ് S ഇസ് ഈക്വൽ ടു R ഇൻറ്റു ഐ ഓഫ് എസ്, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ദിസ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഐ ഓഫ് എസ് നമ്മൾ ഇക്വേഷൻ എയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഐ ഓഫ് എസിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് V ബൈ എസ് ഇൻറ്റു R പ്ലസ് 1/CS. സോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R ഇൻറ്റു V ബൈ എസ് ഇൻറ്റു R പ്ലസ് 1/S. ഇവിടെ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻ എ. ഇക്വേഷൻ എ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So and this is equal to R into V by S into LCM എടുക്കുക. LCM എടുക്കുമ്പോൾ R into C into S plus 1/CS എന്ന് വരും. ഡിനോമിനേറ്ററിൽ നമ്മൾ LCM അപ്ലൈ ചെയ്യും. LCM എടുക്കുമ്പോൾ സോ ദെൻ ഈ എസും എസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാം. സോ ഈ സി അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഇറ്റ് വിൽ ബിക്കം R ഇൻറ്റു വി ഇൻറ്റു സി ബൈ 1+S ഇൻറ്റു CR. സോ ഇനി നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ V0 ഓഫ് S ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. V0 ഓഫ് എസിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടി? ദെൻ ഡിനോമിനേറ്ററിൽ നിന്നും ഒരു RC ഞാൻ കോമൺ ആയിട്ട് എടുക്കും. സോ V ഇൻറ്റു സി ഇൻറ്റു R, ന്യൂമറേറ്റർ ചേഞ്ച് ഒന്നുമില്ല. ഡിനോമിനേറ്ററിൽ നിന്നും ഒരു CR നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1+CR കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും S പ്ലസ് 1/RC. ഞാൻ സെക്കൻഡ് ടേം ഫസ്റ്റാക്കി എഴുതിയേക്കുവാണ്. S പ്ലസ് 1/RC എന്ന് കിട്ടും. RC ഡിനോമിനേറ്ററിൽ നിന്നും RC കോമൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ CR കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ S പ്ലസ് 1/RC എന്ന് കിട്ടും. ദെൻ ഇതിനകത്ത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. CRും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ V ബൈ S പ്ലസ് 1/RC എന്ന് കിട്ടും. സോ എനിക്ക് V0 ഓഫ് എസ് ഔട്ട്പുട്ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അതിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് V ബൈ എസ് പ്ലസ് 1/RC എന്നാണ്. സോ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. സോ V0 ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V0 ഓഫ് ടി ആണ്. V0 ഓഫ് ടി ഈക്വൽ ടു V കോൺസ്റ്റൻ്റ് ആണ്. സോ V നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/S പ്ലസ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e⁻⁻⁰u ഓഫ് ടി ആണ്. 1/S പ്ലസ് എയുടെ ഇൻവേഴ്സ് e⁻⁻⁰u ഓഫ് ടി ആണ്. സോ ഇവിടെ നമുക്ക് V ബൈ എസ് പ്ലസ് ആർ സി. സോ 1/S പ്ലസ് എക്ക് പകരം RC ആണ്. സോ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം V ഇൻറ്റു e⁻⁻t ബൈ
ആർ സി വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി. സോ വി ഇൻറ്റു യു ഓഫ് ടി, നമുക്ക് ആ വി ഇൻറ്റു യു ഓഫ് ടി നമുക്ക് വി എന്ന് എഴുതാം. സോ ഔട്ട്പുട്ട് വിൽ ബിക്കം വി ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ആർ സി. സോ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ വി സീറോ ഓഫ് ടി. യു ഓഫ് ടി വാല്യൂ 1 ആണ്. സോ വി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്നത് വി തന്നെയാണ്. നമുക്കിവിടെ കണ്ടീഷനും പറയാം ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ. ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0യിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് വി സീറോ ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വി യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി എന്ന് എഴുതാം. വി എന്ന് എഴുതുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലായിരിക്കും. സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ നമുക്ക് അപ്പം നമ്മുടെ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫിഗർ വരച്ചാലും നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് വാലിഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൻ്റെ വാല്യൂ ആണ് വി ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഈ ആർ സിക്ക് പകരം നമുക്ക് ടോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടി ബൈ ടോ എന്നും നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ അനാലിസിസ്. സോ നമുക്ക് അടുത്ത ലെക്ചറിൽ വേറൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.